നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ ഒരു തീപ്പൊരി പോരാട്ടം നടക്കുന്നുണ്ട്. ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അവിടെ പോയി കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. ഇതൊരു വലിയ ചലഞ്ചാണ് എന്ന് മൈക്കൽ ആർട്ടീറ്റ പറയുന്നു. തീർച്ചയായിട്ടും പോവാനിരിക്കുന്നത് ചാമ്പ്യൻസിൻ്റെ ഹോമിലേക്കാണ്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ, ഫുട്ബോൾ ചരിത്രത്തിൽ, പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീമാണവർ. അതിപ്പോൾ കളിയുടെ കാര്യത്തിൽ മാത്രമല്ല, റിസൾട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡൊമിനൻസും കൺസിസ്റ്റൻസിയും ഒക്കെ എടുത്ത് നോക്കിയാൽ അവർ തന്നെയാണ് ഏറ്റവും സ്ഥിരത പുലർത്തുന്നത്. പിന്നെ അവിടെ ഹാലൻഡ് ഒരാളുണ്ട്. അയാളെങ്ങനെ തടയണമെന്നുള്ളത് പ്രധാനമാണ്. ഇതൊക്കെയാണ് ആർട്ടീറ്റ പറയുന്നത്. ആർട്ടീറ്റയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പം ഹാലൻഡിൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കുക, അദ്ദേഹം എത്ര ഗോൾ അടിച്ചൊന്ന് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഗോളടിയുടെ ഒരു മെയിൻ സോഴ്സ് അദ്ദേഹമാണ് എന്ന്. നമ്മളെപ്പോഴും ഇൻഡിവിജ്വൽസിനെ നോക്കുമ്പോൾ അവരുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം അവരെ നള്ളിഫൈ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം സ്കോർ ചെയ്യുന്നത് ഞങ്ങൾക്ക് തടയേണ്ടതുണ്ട്. അതെങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ സിറ്റിയുടെ മൈതാനത്തേക്കാണ് പോകുന്നത്. അവർ ചാമ്പ്യൻസാണ്, ചാമ്പ്യൻസിൻ്റെ ഹോമിലേക്കാണ് പോകുന്നത്. ആ ടീം പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ മോസ്റ്റ് കൺസിസ്റ്റൻ്റ് എവറായിട്ടുള്ള ടീമാണ്. അത് ഇൻ ടേംസ് ഓഫ് റിസൾട്ട് മാത്രമല്ല, ബട്ട് ഇൻ ടേംസ് ഓഫ് ഡൊമിനൻസ് ആൻഡ് കൺസിസ്റ്റൻ്റ് ടോപ്പ് പെർഫോമൻസസ്, ഇതിലൊക്കെ അവർ സ്ഥിരത പുലർത്തുന്നുണ്ട്. സോ ഇതൊരു വലിയ ചലഞ്ചാണ് എന്ന് തന്നെ ആർട്ടീറ്റ പറയുന്നത്. എന്തായാലും ഇത്തവണ പ്രീമിയർ ലീഗിൽ എല്ലാ കളികളും വിജയിച്ചുകൊണ്ട് കുതിക്കുകയാണല്ലോ സിറ്റി. തൊട്ടു പുറകിലുണ്ട് ആഴ്സണലും. ആരായിരിക്കും ഈ കളി വിജയിക്കുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.